നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ഡിയർ ഫ്രണ്ട്സ്, ഉല്ലാസവും ആഹ്ലാദവും നിറഞ്ഞ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടപ്പെടാത്തവർ ആരാ? കഥകൾ കാണുവാൻ കൂടി കഴിഞ്ഞാലോ? ആ കഥകൾ നമുക്ക് നല്ലതായി മാറിയാലോ? കാണാം കാട്ടിലെ കൂട്ടുകാർ. മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാ. ശരിയാ, അറിയാം സാർ. മാരകമായ വിഷം തെളിച്ചെത്തുന്ന പച്ചക്കറികൾ കഴിച്ച് വരും തലമുറ തന്നെ ഇല്ലാതാകും. പക്ഷേ സാറേ, കൂടുതൽ വിളവ് ലഭിക്കാനാ ആളുകൾ രാസവളങ്ങൾ പ്രയോഗിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ജൈവ കൃഷി എന്ന മുദ്രാവാക്യം മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണെന്ന് പറഞ്ഞില്ല. പറയാം. നമ്മൾ നമ്മുടെ പ്രദേശം മൊത്തം ജൈവ കൃഷിയെക്കുറിച്ച് പ്രചരണം നടത്തണം. നമ്മുടെ പ്രദേശവാസികളെ ജൈവ കൃഷിയിലേക്ക് വഴിതിരിച്ചു വിടണം. സംഗതി ശരി തന്നെ, പക്ഷേ അത് എത്രത്തോളം വിജയിക്കും? വിജയിക്കണം. അവിടെയാ നമ്മുടെ പ്രവർത്തനം വേണ്ടത്. രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള പച്ചക്കറികൾ ക്യാൻസർ പോലും വരുത്തുമെന്ന കാര്യം മറ്റുള്ളവരെ ധരിപ്പിക്കണം. അതെ അതെ, അതിനൊരു ഉദാഹരണമാ എൻഡോസൾഫാൻ ഉപയോഗിച്ചതിന്റെ പേരിൽ മരിച്ചുപോയ നീലിമലയിലെ കുറച്ച് ആളുകള്. തീർച്ചയായും യാഥാർത്ഥ്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഈ കീടനാശിനികൾ നിരോധിച്ചാ പോരെ സാർ? അത് മതി ബീലി. പക്ഷേ കൂടുതൽ വിളവ്, കൂടുതൽ ലാഭം, ഇതല്ലേ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ ബോധവൽക്കരണം, അതാണ് ആവശ്യം. ബോധവൽക്കരണം മാത്രം പോരാ, നമ്മൾ മറ്റുള്ളവരെ ജൈവ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതെ അതെ, ഓരോരുത്തരും പരിശ്രമിച്ചാൽ നടക്കുന്ന കാര്യം തന്നെ അത്. ബീലി, നിങ്ങൾ കുറച്ചു പേര് റെഡിയാവും, പക്ഷേ മറ്റുള്ളവർ, അവരെ കൂടി നമ്മൾ തയ്യാറാക്കണം. ഞങ്ങള് റെഡിയാണ് സാർ. എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പണി തുടങ്ങാം. കുറച്ച് പോസ്റ്റർ എഴുതി പതിക്കണം. ഓക്കേ സാർ, പരസ്യ പോസ്റ്റർ ഞങ്ങൾ ഒട്ടിച്ചോളാം. മതി മക്കളെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കാം. ഞങ്ങൾ എല്ലാവരും സാറിനോടൊപ്പം ഉണ്ടാവും. മതി മക്കളെ, ഇത്രയും മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതെ. ശരി, എങ്കിൽ ഞങ്ങൾ ഇന്ന് തന്നെ പണി തുടങ്ങാം സാർ. മക്കളെ, ഇത് നമ്മുടെ നാടിന്റെ പ്രശ്നമാ. നാടിനൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കും, നമ്മളെ സ്നേഹിക്കും. അംഗീകാരം ഒന്നും വേണ്ട സാർ. നല്ലൊരു തലമുറ, അസുഖമില്ലാത്ത ആരോഗ്യമുള്ള ഒരു തലമുറ, അതാ എന്റെ ആഗ്രഹം. മതി മക്കളെ, നിങ്ങളുടെ നല്ല മനസ്സിനെ ഈശ്വരൻ അനുഗ്രഹിക്കും. ശരി മക്കളെ, നാളെ കാണാം. ശരി സാറേ. ജൈവവളം, ജീവവളം, രാസവളം, നാശകാരം.
കൊള്ളാം, ഗംഭീര വാചകം. ഇതൊക്കെ ആരുടെ ബുദ്ധിയാ? ആരുടേതായിരിക്കും? എന്തായാലും ചെറിയ ബുദ്ധിയൊന്നുമല്ല കേട്ടോ. അപ്പൊ ആളെ മനസ്സിലായോ? ഓ, വമ്പൻ സാറിൻ്റെതാണല്ലേ. പപ്പീസിന്റെ ജഡ്ജ്മെന്റ് കൊള്ളാമോ? ഞാൻ ആരാ മോൻ? അതെ, നിങ്ങൾ വാചകം അടിക്കാതെ വേഗം ഇത് ഒട്ടിച്ചു ഓ, തീർക്കാൻ നോക്ക്. ശരി ശരി ശരി. കാണുന്ന ഭാഷ എടുത്തോ. ആ, ഇതേ, ഇതൊന്നും നമുക്ക് ഞാൻ അപ്പുറത്ത് ഒട്ടിക്കാം. ഒട്ടിക്കാം. എന്റെ ഭഗവാൻ ഇരിക്കട്ടെ. ആ, അവിടെ തന്നെ ഞാനിവിടെ സഹായിക്കാം. ആ, നാശകാരണം. കീറി പോകാതെ ഒട്ടിക്കണേ. അമൃതതുല്യം. ആയിക്കോട്ടെ. ഇങ്ങനെ പതിച്ചു വെക്കാം. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാവർക്കും വായിക്കാനൊക്കെ പറ്റുമെന്ന്. എല്ലാരും ഇതൊന്ന് വായിച്ചാ മതിയായിരുന്നു. ഇനി നമുക്ക് ഇവിടെയല്ല, കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ജംഗ്ഷനിൽ കൊണ്ടുവരണം തന്നെ ഒട്ടിക്കണം ഇനി കേട്ടോ. എന്തോരം ഒട്ടിച്ചു തീർക്കാനുണ്ട്. അതെല്ലാം ഇവിടെ തന്നെ ഒട്ടിക്കണ്ടല്ലോ. അത് വിളിച്ചത് മതി. കൊള്ളാമല്ലോ മക്കളെ, നിങ്ങൾ തിരക്കലല്ലേ? അതെ സാറേ. ആ, ഇത് മൊത്തം പതിക്കണം. എന്നിട്ട് വേണം വീട് കയറി മറ്റുള്ളവരെ അറിയിക്കാൻ. ആ, നടക്കട്ടെ നടക്കട്ടെ. ഞാൻ ടൗണ് വരെ പോയിട്ട് വരാം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സാറേ, സംഭവം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ലേ? ആ, അതെന്ത് ചോദ്യമാ വീരി? നിങ്ങളുടെ പ്രവർത്തനം ഈ കാട്ടിൽ വലിയ മാറ്റമുണ്ടാക്കും. ആ, ശരി, നാളെ ക്ലബിൽ വെച്ച് കാണാം. ഓക്കേ? ശരി സാറേ. ബൈ. ശരി സാർ. പാവം സാർ. എന്തായാലും വമ്പൻ സാറ് നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതെ അതെ. നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം കാരണം വമ്പൻ സാറിന്റെ പ്രോത്സാഹനമാ. correct. പറഞ്ഞത് ശരിയാ. ആ, പിന്നെ മോട്ടു, ഇനി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നാ പോരെ? ഉച്ചയായി. പിന്നല്ലാതെ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അത് കൊള്ളാം. എങ്കി വാ. പക്ഷേ വൈകല്ലേ? ഇല്ലെന്നേ, ഭക്ഷണം കഴിക്കുന്നു, വരുന്നു, അത്ര തന്നെ. ദേ, ഉച്ചമയക്കത്തിലൊന്നും ആരും വീഴരുതേ. എന്റെ പപ്പീസേ, നമ്മളെടുത്ത ഉത്തരവാദിത്വം ഓർത്ത് രാത്രി തന്നെ ഉറക്കില്ല. അപ്പോഴാ ഉച്ചയ്ക്ക്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും തുടങ്ങി. ഓക്കേ. വേഗം കഴിച്ചിട്ട് വരാം. ഇനി ചന്തയിലെത്തണം, പച്ചക്കറി വാങ്ങണം, ആലോചിക്കുമ്പോഴുണ്ടല്ലോ. ആലോചിച്ചിട്ട് കാര്യമില്ല ഗംഭീർ. പച്ചക്കറിയും മറ്റും നമ്മൾ പുറത്തു പോയി വാങ്ങേണ്ട അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാ. സംഭവം ശരി തന്നെയാ, പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് എന്തൊക്കെ വെറുപ്പാണിയാ. അതിനിടയ്ക്ക് ഈ പച്ചക്കറി നട്ടുണ്ടാക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലെന്ന്. ദേ, ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടോ? പോസ്റ്റർ ആ, ദേ കണ്ടോ? ഒന്ന് വായിച്ചു നോക്കാം. വാ. ശരിയാണല്ലോ. ആഹാ, രാസവളം നാശകാരണം. ജൈവവളം അമൃത തുല്യം. ഒരു ജൈവ കൃഷി, ഇത് കാരണം ഇങ്ങനെ എഴുതി ഒട്ടിക്കണത്. ആ, ആർക്കറിയാം? എന്തായാലും നാട് നന്നാക്കാനുള്ള ഉദ്ദേശത്തിലാ. അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് ആർക്കും എന്ത് വേണമെങ്കിലും എഴുതി വയ്ക്കാം. അതെ അതെ അതെ, ഇതൊക്കെ നടപ്പിലാകുന്ന കാര്യാണോ? എവിടെ? ഇതൊക്കെ ആളാകാൻ വേണ്ടി ആരും ചെയ്തു വെക്കണതാണ്. Correct. ഇനി നമ്മൾ എന്തൊക്കെ കാണാൻ കിടക്കണ്, ഇതൊന്നും ഒന്നല്ല. ആ, എന്താ കപിൽ, ഗംഭീർ, എന്താണ്? ദേ, ഇത് കണ്ടോ സാർ, ഒരു പോസ്റ്റർ. ഓ, പോസ്റ്റർ. നിങ്ങളിത് വായിച്ചില്ലേ? വായിച്ചു സാർ, പക്ഷെ ഇതൊക്കെ നടപ്പിലാക്കുന്ന കാര്യമാണോ? എവിടെ? എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. കളിയാക്കരുത്. നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി ജൈവ കൃഷി എന്ന ആശയം ഞാനാണ് ഇവർക്ക് പറഞ്ഞു ഓ, കൊടുത്തത്. അത് ശരി. അപ്പൊ പോസ്റ്ററിന്റെ ആളുകളെ മനസ്സിലായി. അല്ല, ഇവരൊക്കെ എന്ത് വിചാരിച്ച ഓരോന്ന് എഴുതി വെക്കണത്? ആ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത്? പിന്നില്ലേ, ഇപ്പൊ ആരാ സാറേ ഈ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നേ? അതെ അതെ, കാര്യം. വേണ്ട സാധനങ്ങൾ നമ്മൾ ചന്തയിൽ പോയി വാങ്ങും. ഇവിടെയാ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. വിഷാംശം അടങ്ങിയ പച്ചക്കറികൾ കഴിച്ച് ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കുന്ന ഒരു തലമുറ. ഇത് മാറി വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പോസ്റ്റർ. അതെ അതെ. ഓ, ദേ സാറ് സാഹിത്യം തുടങ്ങിയിട്ടാ. ശോ, ഇനിയിപ്പോ എങ്ങനെ സഹിക്കും? ഒന്നും പറയണ്ടിനി. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല സാറേ, ചന്തയിൽ പോകാൻ നേരം വൈകുന്ന് പറഞ്ഞതാ ഞങ്ങള്. നിങ്ങൾ ചന്തയിലേക്ക് നടക്കുന്ന സമയം നിങ്ങളുടെ പറമ്പിൽ ചെലവഴിക്കുക. അതിന്റെ ഫലം നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റാത്തതായിരിക്കും. ഓ, കൃഷിയുടെ കാര്യമാണോ സാറ് പറഞ്ഞത്? അതെ, വീട്ടുവളപ്പിൽ ഒരു പച്ചക്കറി തോട്ടം. അതൊന്നും നടക്കില്ല സാറേ, നമുക്കൊന്നുമില്ല. ഈ കൃഷി ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ആ, അതെ 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 അതെ, അതൊക്കെ കൃഷിക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. കൃഷിക്കാരോ? അങ്ങനെ ആളുകളുണ്ടോ? അധ്വാനിച്ച് മണ്ണ് പൊന്നാക്കുന്നവരാ കൃഷിക്കാരൻ. മനസ്സ് വെച്ചാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ല കൃഷിക്കാരനാവാം. അതെ അതെ. കേട്ടു പഠിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ മോട്ടു അടക്കമുള്ളവർ നല്ല കൃഷിക്കാരായി മാറും.
സാറ് പറഞ്ഞു നിൽക്കുന്ന നേരില്ലേ, ചന്തയിൽ നേരം ആ, വൈകുന്നു. ശരിയാ, ഞങ്ങള് പോവാ. ആ, കുറെ കൃഷിക്കാര് വന്നിരിക്കുന്നു. അല്ല, അവരൊരു പിന്നെ. പോസ്റ്റും. അവരെന്തൊക്കെയോ പിറുപിറുത്തോണ്ടാ പോകുന്നത്. മോട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല. അവര് നമ്മളോടൊപ്പം കൂടുന്ന ഒരു ദിവസം വരും. എന്നാലും അവന്മാരുടെ ഒരു അഹങ്കാരം. ഓട്ടെ മോട്ടു, നമുക്ക് വേഗം പോകാം. നമ്മൾ വിത്തെത്തിച്ചിട്ട് വേണ്ടേ അവർക്ക് വിത്തിടാൻ. ഓ അത് ശരിയാ. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ. വേഗം നടക്കാം. വാ. എന്നാ ശരി. എന്ത് രസാ. ഇതൊക്കെ വാരി നിറച്ചിട്ട് വേണം ബാക്കി പണി ചെയ്യാന്. ഇതൊക്കെ കാണുമ്പോ എന്താ ഒരു സന്തോഷം. അതെ അതെ. അമ്മോ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായല്ലോ. അതെ അതെ, ജൈവകൃഷി ഇത്രയും വിജയാക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ആ വമ്പൻ സാറ് പറഞ്ഞത് ശരിയാ. നമ്മൾ പരിശ്രമിച്ചത് കൊണ്ടാ ഈ വിജയം നമുക്കുണ്ടായത് കേട്ടോ. എന്തായാലും മനസ്സിന് വലിയ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഈ അവധിക്കാലം നമ്മൾ നന്നായിട്ട് ചെലവഴിച്ചു. ആ പറഞ്ഞത് ശരിയാ. അതെ, വമ്പൻ സാറിന്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് നമുക്ക് വിഷാംശങ്ങൾ ഇല്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റിയില്ലേ? ആ ആദ്യത്തെ വിളവെടുപ്പ് തന്നെ നമുക്ക് വമ്പൻ സാറിനെ വിളിച്ച് കാണിക്കണം. അത് പിന്നെ പറയാനുണ്ടോ? വമ്പൻ സാറിന്റെ സാന്നിധ്യമല്ലേ നമുക്ക് ഈ ജോലി ചെയ്യാനുള്ള പ്രചോദനമായത്. സാറിന് ഇത് വലിയ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും. നീലഗിരിയുടെ സഖികളെ, ജ്വാല മുഖികളെ, ജ്യോതിർമയ്യാം ഉഷസിനെ അല്ല, സാറിത് എവിടേക്കാ രാവിലെ തന്നെ? ബാങ്കിൽ പോകേണ്ട കാര്യമുണ്ടെന്നേ. സാറ് ഞങ്ങളോട് ക്ഷമിക്കുന്നുണ്ട്. ക്ഷമിക്കാനോ? അതിന് നിങ്ങൾ എന്താ ചെയ്തത്? അപ്പൊ അത് പിന്നെ സാറിന്റെ നേതൃത്വത്തിലുള്ള ജൈവ കൃഷിയെ ഞങ്ങൾ വളരെ പുച്ഛിച്ച് കളിയാക്കി. ഓ, അതാണോ കാര്യം? സാരമില്ല. ആ മോട്ടുവും കൂട്ടുകാരും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിളവെടുപ്പും തുടങ്ങി. ശരിയാ സാറേ, ഞങ്ങൾ ചന്തയിൽ പോണ വഴിക്ക് ഇതിനെ പറ്റി ചർച്ച ചെയ്തു. സാറ് പറഞ്ഞത് വളരെ ശരിയാ. മടിയന്മാരായ ഞങ്ങളെ പോലെയുള്ളവരാ നാട് നശിപ്പിക്കുന്നത്. ആ, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും തിരിച്ചറിവുണ്ടായല്ലോ, അത് മതി. അല്ല, ദാ പറഞ്ഞു തീർന്നില്ലല്ലോ. ദേ വരുന്നു മോട്ടുവും പപ്പീസും. വാ വാ, ഇങ്ങോട്ട് വാ മക്കളെ. സാറേ. ആ, എങ്ങോട്ടാണാവോ യാത്ര? ഞങ്ങളെ സാറിന്റെ വീട്ടിലേക്കാ. എന്റെ വീട്ടിലേക്കോ? എന്താ ചാക്കില്? അത് കുറച്ച് പച്ചക്കറിയാ സാറേ. ഓ, പച്ചക്കറിയോ? അതെ സാറേ, ഞങ്ങൾ സാറിന് തരാൻ വേണ്ടി തോട്ടത്തിൽ നിന്ന് പറിച്ചതാ. ആഹാ, കണ്ടോ ഗംഭീർ, അധ്വാനത്തിന്റെ ഫലമാണിത്. അധ്വാനത്തിന്റെ മധുരമുള്ള ഫലം. ഇത് കണ്ടോ, മണ്ണിനോട് മല്ലടിച്ച് കാലാവസ്ഥയെ അതിജീവിച്ച് കീടങ്ങളോട് എതിർത്ത് വിജയിച്ച ഒരു പറ്റം ചെറുപ്പക്കാരുടെ വിജയം. സാർ, ഞങ്ങളെ നിങ്ങളോടൊപ്പം ചേർക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാം. ദേ, ഞങ്ങളോട് ക്ഷമിക്കുമോട്ടു. ഓട്ടുന്നു സാരമില്ലെന്നേ. സാർ, ഈ പച്ചക്കറി ഞങ്ങൾ സാറിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. മക്കളെ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഈ ഫലം നിങ്ങളുടെ കൂട്ടുകാർക്ക് പങ്കുവയ്ക്കും. അത് കൊള്ളാലോ. നിങ്ങളുടെ ഈ വിഭവങ്ങൾ ഇവർക്ക് ഒരു പ്രചോദനമാവട്ടെ. മടിവിട്ട് അധ്വാനിക്കാൻ ഇവർക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. വിയർപ്പിന്റെ വിലയറിയുന്ന ഒരു സമൂഹത്തിന് ഇവർ തുടക്കം കുറിക്കട്ടെ. ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈശ്വരൻ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടുകാർ നമുക്കൊരു കഥ മാത്രമല്ല പറഞ്ഞു തന്നത്, കാര്യങ്ങളും കൂടിയാണ്. കൗതുകവും നിറങ്ങളും അടങ്ങിയ ഒരു ചെപ്പിലുമുണ്ട് ഒരു കാര്യം. കാണാം മാണിക്യച്ചെപ്പ്. വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന്
നമ്മൾ ഒരു പുതിയൊരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. അതോടൊപ്പം നമുക്കൊരു ചിന്താവിഷയമുണ്ട്. നമ്മുടെ ചിന്താവിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എ സ്റ്റാർ, ഒരു നക്ഷത്രമായി തീരുക. അപ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 8 സ്ക്വയർ പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ പേപ്പർ വെച്ചിട്ടുണ്ട്, കണ്ടോ? 2 കളറിലുള്ള പേപ്പർ വേണം, ഒരു കളറിൽ 4 എണ്ണം വെച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യമേ ആ സ്ക്വയർ പേപ്പർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ആക്ടിവിറ്റിയിലേക്ക്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 A4 വലുപ്പത്തിലുള്ള പേപ്പർ ഉണ്ടോ. രണ്ടും 2 കളറാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ 2 കളർ ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? കുഴപ്പമൊന്നുമില്ല, ആക്ടിവിറ്റിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആക്ടിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് കാണുന്ന അത്ര രസം ഉണ്ടാകണമെന്നില്ല. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഓരോ പേപ്പറും നമുക്ക് സ്ക്വയർ ആക്കി മാറ്റണം. ഇനി ചെയ്യേണ്ടത് ഈ താഴെയുള്ള ഈ ഒരു ഭാഗം നമ്മൾ മുറിച്ച് കളയണം. കത്രിക ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിക്കാം. ബ്ലേഡ് ആണെങ്കിലും കത്രികയാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കണം, കൈയൊന്നും മുറിക്കാതെ. എന്താ ഇതിപ്പോൾ നമ്മുടെ ഒരു സ്ക്വയറായി, കണ്ടോ? ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. അതുപോലെ രണ്ടാമത്തെ ഒരു സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ ആകെ ഉള്ളത് ഇപ്പോൾ 2 സ്ക്വയറേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ എത്ര സ്ക്വയർ വേണമെന്നാണ്? 8 സ്ക്വയർ വേണമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ കടലാസിനെയും നമ്മൾ 4 സ്ക്വയർ ആക്കി മാറ്റാൻ പോവുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇതാണ് സ്റ്റാറാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് വലിയ പേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ 8 പേപ്പർ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഈ ഒരു പേപ്പറിനെ നമ്മൾ 4 ആയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇതിൻ്റെ മുകളിലത്തെ വക്കിനെ നമ്മൾ താഴത്തെ വക്കിനോട് ഇങ്ങനെ ചേർത്ത് നേരെ പകുതിയായിട്ട് മടക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇടതുവശത്തെ വക്കിനെ വലതുവശത്തെ വക്കിനോട് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കണം. ഇപ്പോൾ നമുക്ക് ചെറിയൊരു സ്ക്വയർ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഈ മടക്ക് പാടിലൂടെ നമ്മൾ മുറിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിത് മൂർത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ കുരിശാകൃതിയിൽ നമുക്ക് മടക്ക് പാടുക. അപ്പം ഈ മടക്ക് പാടിലൂടെ നമ്മൾ കത്രിക അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് മുറിക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ മുറിക്കാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ മടക്കിയത് കൊണ്ട് തന്നെ നമുക്ക് മുറിക്കാം. ഇങ്ങനെ മടക്കി വെച്ചിട്ട് മടക്ക് പാടിലൂടെ നോക്കിയാൽ നമുക്കിപ്പോൾ എത്ര കടലാസ് ഉണ്ടെന്ന്? 4 ഓറഞ്ച് ഉണ്ട്, അതുപോലെ 4 യെല്ലോ കളറും നമുക്കുണ്ട്. അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നത്. അതിന് ഒരു സമയത്ത് ഒരു പേപ്പർ എടുത്താൽ മതി. അപ്പോൾ ഈ പേപ്പറിൽ ഒരു പേപ്പറിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ എല്ലാ പേപ്പറിലും ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ഡയഗണൽ ഒരെണ്ണം മാർക്ക് ചെയ്യണം. ഡയഗണൽ എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വികരണം എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോർണേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം പേപ്പർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്ക്വയർ പേപ്പർ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോർണേഴ്സ് ഇങ്ങനെ തമ്മിൽ ചേർത്ത് മടക്കുക. ഇതാ കണ്ടോ? ചേർത്ത് മടക്കുമ്പോൾ ഒരു ത്രികോണ ആകൃതിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ മടക്കുക, മടക്കിയിട്ട് നിവർത്തുക. അപ്പം ഒരു വികരണം കിട്ടി. ഇതുപോലെ എല്ലാ കടലാസിലും ചെയ്യണം. ഇപ്പം 8 കടലാസിലും ഇതുപോലെ ചെയ്യണം. അപ്പം അതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എല്ലാത്തിലും ചെയ്യാം. അപ്പം നമ്മൾ 8 പേപ്പറും ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു പേപ്പർ ആദ്യം എടുക്കുക. ആ പേപ്പർ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിവർത്തുക. അപ്പം എന്താ ഇവിടെ കണ്ടോ, ഇങ്ങനെ നടുക്കൂടെ ഒരു വര കാണത്തില്ലേ? വികരണം നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ ഇങ്ങനെ മടക്കിയത്. ഇനി ചെയ്യേണ്ടത് ഈ വക്കിൽ ഇടതുവശത്തും വലതുവശത്തും മുകളിലായിട്ടുള്ള 2 വക്കുകളെ നമ്മൾ ഈ നടുക്കുള്ള ലൈനിലേക്ക് മടക്കണം. ഇതാ സൂക്ഷിച്ച് നോക്കുക. ആദ്യമേ ഈ വക്കിനെ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് കൈ ഇങ്ങനെ നമ്മൾ അമർത്തി ഈ മൂലയോട് ഇങ്ങനെ ചേർത്ത് ഈ ലൈനുമായിട്ട് ഒരുപോലെ വരുന്നത് പോലെ മടക്കുക. അപ്പം നമ്മൾ ഒരു വശം മടക്കി. ഇതുപോലെ തന്നെ ഇതിന് നേരെ എതിരുള്ള വശം ഇതും ഇങ്ങനെ മടക്കുക. അപ്പം ഇങ്ങനെ കിട്ടി. ഇതുപോലെ നമ്മൾ ഈ ഉള്ള ബാക്കി നമ്മുടെ കയ്യിൽ 7 പേപ്പറും കൂടി ഇല്ലേ? അപ്പം ആ 7 പേപ്പറിൽ നമ്മൾ ഇതേപോലെ മടക്കണം.
ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ തമ്മിൽ യോജിപ്പിക്കുക. അപ്പം യോജിപ്പിക്കാനായിട്ട് നമ്മൾ പശ ഉപയോഗിക്കുന്നു. അപ്പം പശ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ഇതും ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എവിടെയാണ് ചേർത്ത് വെക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഫെവിക്കോളോ അല്ലെങ്കിൽ നന്നായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു പശ ഉപയോഗിക്കാം. അപ്പം ഇതിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഈ താഴെയുള്ള ഭാഗത്ത് ഒരു വലിയ ത്രികോണം കണ്ടില്ല, ഒരു ട്രയാങ്കുലർ ഷേപ്പ്. ഈ ട്രയാങ്കുലർ ഷേപ്പിന് ഇങ്ങനെ നടുക്കൂടി ഒരു വരയുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇതിന് ഇവിടെയും ഓരോ ചെറിയ ത്രികോണങ്ങളുണ്ട്, അതായത് ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒട്ടിക്കാം, ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാം. പക്ഷേ ഒരിക്കൽ എവിടെ ഒട്ടിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കണം തുടർച്ചയായിട്ട് ഒട്ടിക്കേണ്ടത്. അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഒട്ടിക്കുന്നതെങ്കിൽ പിന്നീട് അടുത്ത സാധനത്തിൻ്റെ റൈറ്റ് സൈഡിൽ ഒട്ടിക്കണം. അങ്ങനെയാണ് നമ്മൾ വട്ടത്തിലാക്കി പോകേണ്ടത്. ഞാനിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ഈ ഒരു ഭാഗത്താണ് ഞാൻ പശ തേക്കാൻ പോകുന്നത്. പശ തേച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് പശ തേക്കാം. അപ്പോൾ നിങ്ങൾ 2 കളറുള്ള പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത് എടുക്കുമ്പോൾ രണ്ടാമത്തെ കളർ എടുക്കുക. അതല്ല നിങ്ങളിപ്പം മാസികയുടെയൊക്കെ പേപ്പറാണെങ്കിൽ എല്ലാം ഏകദേശം ഒരേ കളറായിരിക്കും. അപ്പം അങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് കളറൊന്നും നോക്കേണ്ടതില്ല, രണ്ടാമത്തെ ഒരു മൊഡ്യൂൾ എടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർത്ത് വെക്കണം. പക്ഷേ എങ്ങനെ ചേർത്ത് വെക്കും? ഇതിൻ്റെ ഇവിടെ ഒരു ട്രയാങ്കിൾ കണ്ടോ? അപ്പം ഇതിൻ്റെ വലതുവശത്തെ ട്രയാങ്കിളിൽ നമ്മൾ പശ തേക്കുന്നതാണ്, ഇടതുവശത്തെ ട്രയാങ്കിൾ നമ്മൾ ഈ പശ തേച്ചതിൻ്റെ മുകളിൽ കയറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെ കയറ്റി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വക്ക് കണ്ടോ? ഈ വക്കിനെ നമ്മുടെ ഇവിടെ നടുക്കൂടി ഇങ്ങനെ ഒരു വരയുണ്ട് കേട്ടോ. അപ്പം ആ വരയിൽ ഇങ്ങനെ ചേരുന്നത് പോലെ സൂക്ഷിച്ച് നോക്കിയേ. അതുപോലെ ഈ മൂലകളുണ്ടല്ലോ, ഈ മൂലകൾ തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കണം. ഇങ്ങനെ ഒട്ടിച്ചതാ നോക്കി, നല്ല നടുക്കൂടെ തന്നെ ഒട്ടിക്കണം. ഈ മൂലകൾ ചേർന്നിരിക്കുകയും വേണം. പിന്നെ മറുവശം ഞാൻ നിങ്ങളെ കാണിക്കാം. എന്താ നോക്കിക്കോളൂ. മറുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഈ നടുക്കൂടെ വരുന്ന ലൈനില്ലേ, നമ്മൾ ആ ഡയഗണൽ മാർക്ക് ചെയ്ത് ആ ലൈനിനോട് ചേർന്നായിരിക്കണം നമ്മൾ ഒട്ടിക്കുന്നതിൻ്റെ വക്ക് വരേണ്ടത്. അപ്പോൾ അതങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ ഇത് നീറ്റായിട്ട് ക്ലോസ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ മൂലകൾ തമ്മിൽ ചേർന്ന് വിരിക്കണം. കണ്ടോ? ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരെണ്ണം ഒട്ടിച്ചു. ഇപ്പം നമ്മൾ ഒട്ടിച്ചത് വലതുവശത്തല്ലേ ഒട്ടിച്ചു. അപ്പോൾ ഇനി അടുത്തത് ഇപ്പം ഈ ഓറഞ്ചിൻ്റെ വലതുവശത്ത് ഇവിടെ നമ്മൾ പശ തേക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത യെല്ലോ ഒട്ടിക്കണം. ഞാനിവിടെ പശ തേക്കാൻ പോകും. ഇപ്പം ഞാൻ പശ തേച്ചു. ഇനി ഞാൻ ഇങ്ങോട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അടുത്ത കളർ ഒട്ടിക്കുന്നു. അടുത്ത അപ്പോൾ ഏതാണ്? യെല്ലോ. അപ്പം യെല്ലോ നമ്മളിങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുന്നു. മൂലകളെല്ലാം കൃത്യമാക്കി. ഇനി വേണമെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് കാണിക്കാം. ഇതാണ് മറുഭാഗം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ യെല്ലോയുടെ മുകളിലേക്ക് വീണ്ടും ഓറഞ്ച് ഒട്ടിക്കണം. അപ്പം ഇവിടെ നമ്മൾ പശ തേക്കണം. ഉണ്ടോ? വന്നിട്ട് ഇവിടെ നമ്മൾ പശ തേച്ചിട്ടുണ്ട്. പശ തേക്കുന്ന എപ്പോഴും ഒരേ ദിശയിൽ തന്നെയായിരിക്കണം പശ തേച്ച് പോകുന്നത്. ഇനി അടുത്തതായിട്ട് ഓറഞ്ച്. ഈ ഓറഞ്ചിനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ താഴെയുള്ള മൂലകളും ചേർന്നിരിക്കണം, മധ്യഭാഗത്തുള്ള ലൈനിലേക്ക് ചേർന്ന്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ഈ ഭാഗത്താണ് നമുക്ക് പശ തേക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പശ തേക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് ഒട്ടിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ സ്റ്റാർ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ നമ്മൾ ഓറഞ്ചിൽ പശ തേച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ യെല്ലോ പേപ്പർ എടുക്കുക. അതിനുശേഷം അത് ഇങ്ങനെ ഒട്ടിക്കുക. ഇനി നമുക്കിപ്പം നമുക്ക് കൃത്യമായിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആകൃതിയിൽ കിട്ടും. ഇനിയിപ്പം ഒരൊറ്റ ഒരു പേപ്പറും കൂടി ഒട്ടിച്ചാൽ മതി. ഇപ്പം നമ്മൾ 7 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഇനിയിപ്പം നമ്മളിപ്പോൾ ഒട്ടിച്ചത് ലാസ്റ്റ് ഒട്ടിച്ചത് നമ്മൾ ഈ യെല്ലോ ആണ്. അപ്പം ഈ യെല്ലോയുടെ ഇവിടെ പശ തേക്കുവാണ്. അതിനുശേഷം നമ്മൾ കണ്ടോ, ഇത് അല്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം യെല്ലോയുടെ ഇവിടെ പശ വെച്ച് കഴിഞ്ഞിട്ട് ഓറഞ്ച് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം നമ്മളിപ്പം യെല്ലോയുടെ അവിടെ ഓറഞ്ച് ഒട്ടിച്ചു. അപ്പം നമ്മുടെ അവസാനത്തെ ഇതും കടലാസും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ തിരിച്ചു പിടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ട്, ഇവിടെ മാത്രം നമുക്കൊരു അപാകത തോന്നുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു പേപ്പർ ഇപ്പം നമ്മൾ ഇവിടെ നോക്കുക. ഇപ്പം നമ്മൾ അവസാനം ഒട്ടിച്ചിരിക്കുന്ന ഓറഞ്ച് പേപ്പർ ഇതിൻ്റെ പുറമെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ ഇതിൻ്റെ അകമയാക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഈ സാധനം അത് സ്വല്പം അകത്തിയിട്ട് ഇതിനെടുത്ത് ഇങ്ങോട്ടാക്കി മാറ്റുക. വ്യക്തമായോ? ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചത്. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് അകത്തി കഴിഞ്ഞിട്ട് ഇതിനെ നേരെ പുറകോട്ടാക്കുക. അതിനുശേഷം നമ്മളിപ്പം വലതുവശത്തല്ലായിരുന്നു എല്ലാവരും പശ തേച്ചിരിക്കുന്നത്. അപ്പം ഈ ഓറഞ്ച് ഇപ്പോൾ പുറകു ഭാഗത്താണ്, കണ്ടോ? ഈ ഓറഞ്ചിൻ്റെ ഈ ഭാഗത്ത് പശ തേച്ചിട്ട് ഈ യെല്ലോയിലേക്ക് ചേർത്തൊട്ടിക്കുക. ഞാൻ പശ തേക്കുന്നു. ഞാൻ ഓറഞ്ചിൻ്റെ ഇവിടെ ഞാൻ പശ തേച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒട്ടിക്കുകയാണ്. ഇവിടെയല്ലോ ഇതാ ഇങ്ങനെ ഒട്ടിച്ചു. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സ്റ്റാർ ഇതാ ഒരു അടിപൊളി സ്റ്റാർ ആയിട്ടില്ലേ നോക്കിയേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു തുളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂക്കിയിടാം. പല കളറിൽ പല വലിപ്പത്തിൽ ഇങ്ങനെയുള്ള സ്റ്റാർ ഉണ്ടാക്കാം. ഞാനിവിടെ ഏതാനും സ്റ്റാറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളത് കാണിക്കാം. ഞാൻ ഇതാ ഇത് കണ്ട, ഇത് വെള്ളയും ചുവന്നും ഉള്ളൊരു കോമ്പിനേഷൻ. പല വലിപ്പത്തിലുണ്ടാക്കാം. നമ്മൾ വലിയ വലിപ്പത്തിലുണ്ടാക്കാം, തീരെ ചെറുതായിട്ടുണ്ടാക്കാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്. ഈവൻ തീരെ ചെറുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ മാലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോക്കറ്റായിട്ട് പോലും ഉപയോഗിക്കാം. ഇതല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷൻ, എന്താ ഇത് കണ്ടോ, ഇതല്ലെങ്കിൽ വേറെ കോമ്പിനേഷൻ. സ്റ്റാറിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റാറിന് പണ്ട് കാലങ്ങളിൽ എന്തിനാണ് സ്റ്റാർ ഉപയോഗിച്ചിരുന്നറിയോ? ഇപ്പൊ ഇന്നത്തെ പോലെ ദിശകളൊന്നും അറിയാനായിട്ടുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന അവസരങ്ങളിൽ ആളുകൾ വഴി കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റാറിനെയാണ്. അതായത് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുന്ന ആളാണ് സ്റ്റാർ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്നുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളെപ്പോലെ വേറൊരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം എങ്ങനെയിരിക്കും? കൂടുതൽ നന്മയിലേക്ക് പോകുമോ അതോ കൂടുതൽ തിന്മയിലേക്ക്? അപ്പം മറ്റൊരാൾ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് നിങ്ങളെപ്പോലെ ആകണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ എന്താണ്? അപ്പം നിങ്ങളൊരു സ്റ്റാറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള നന്മ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകടിപ്പിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ട് കൂടുതൽ മികച്ച ഒരു മനുഷ്യനാകുമ്പോൾ, കൂടുതൽ മികച്ച ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ മികച്ച ഒരു കുട്ടിയാകുമ്പോൾ, അപ്പോഴൊക്കെ നിങ്ങൾ ഒരു പുതിയ സ്റ്റാറായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റാർ കാണുമ്പോൾ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? ഐ ആം എ സ്റ്റാർ, ഞാൻ ഒരു സ്റ്റാർ ആണ്. അതായിരിക്കണം നിങ്ങളുടെ ചിന്ത ഈ സ്റ്റാർ ഉണ്ടാക്കുമ്പോഴും അതിന് ശേഷവും. അപ്പം നിങ്ങൾക്ക് എല്ലാവരും സ്റ്റാർ ആയിരിക്കുന്നു, സ്റ്റാർ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു ആക്ടിവിറ്റിയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന കാഴ്ചകളാണല്ലോ ഈ മാണിക്യച്ചെപ്പിൽ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കേണ്ടതുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കേണ്ട കേട്ടോ. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പ്രാർത്ഥനയിലൂടെ പരസ്പരം നമുക്ക് ഓർക്കാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നത് വരെ ബൈ.